കേരളം കുറച്ചുകൂടി പക്വതയുള്ള പ്രതിപക്ഷത്തെ അർഹിക്കുന്നുവെന്നും മന്ത്രി പി രാജീവ് പറഞ്ഞു. ഭീകരവാദ പ്രവർത്തകരായി മാറിയിരിക്കുന്നു KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും. പ്രതിപക്ഷ നേതാവ് പറഞ്ഞ് കടലാസ് പോലും ചുരുട്ടിയെറിയത് നേരത്തെ പറഞ്ഞത് മാറ്റി പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. മാറ്റി എന്താ അദ്ദേഹം കൊടുത്തത്? ഇരുമ്പ് പൊടി, മുളക് പൊടി, ഇരുമ്പ് ഗോലികൾ. അപ്പൊ എവിടേക്കാണ് ഇവര് കേരളത്തെ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്? എന്നാൽ കേരളീയ സമൂഹം ഇവരെ വളരെ വേഗത്തിൽ തിരിച്ചറിഞ്ഞു. ഇപ്പൊ അവരുടെ കുറ്റവിചാരണ സമസ്യകൾ സ്വാഭാവിക മരണത്തിലേക്ക് പോയി. ഇപ്പൊ ആരും ചർച്ച ചെയ്യുന്നില്ല, അവര് തന്നെ ചർച്ച ചെയ്യുന്നില്ല. അവർക്ക് വേണ്ടി മാത്രം അച്ചടിച്ചിറങ്ങുന്ന പത്രങ്ങളിൽ പോലും ഒരു ജനറൽ പടം കൊടുക്കാവുന്ന ഒരാൾക്കൂട്ടം ഒരിടത്തും കിട്ടുന്നില്ല. അപ്പൊ അത് ഒരു പരിഹാസ്യമായ രൂപത്തിലേക്ക് മാറി. കേരളം യഥാർത്ഥത്തിൽ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ കുറച്ചുകൂടി പക്വതയുള്ള നാടിനെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു പ്രതിപക്ഷത്തെ അർഹിക്കുന്നുണ്ട്. ഗവർണർ പദവിയിലിരിക്കാൻ യോഗ്യനല്ലെന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ ഒന്നുകൂടി തെളിയിച്ചെന്ന് മന്ത്രി പി രാജീവ്. അധികാരത്തിൽ കടിച്ചു തൂങ്ങി നയങ്ങൾ നിശ്ചയിക്കുന്ന ഗവർണർ സമയം കിട്ടുമ്പോൾ ഭരണഘടന വായിച്ചു പഠിക്കട്ടെ എന്നും മന്ത്രി 24-നോട് പറഞ്ഞു. ഒരു ഗവർണർ എന്ന പദവിയിലിരിക്കാൻ താൻ യോഗ്യനല്ല എന്ന് ഓരോ ദിവസവും അദ്ദേഹം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിപ്പോ അല്ലെങ്കിൽ ഇപ്പൊ രാഷ്ട്രപതിക്ക് അദ്ദേഹം ബില്ല് അയച്ചു. അപ്പൊ രാഷ്ട്രപതി തീരുമാനം പറഞ്ഞവരെ കാത്തിരിക്കണ്ടേ? തന്റെ അധികാരം എടുത്തു കളഞ്ഞൊരു ബില്ല് അത് രാഷ്ട്രപതിക്ക് സുപ്രീം കോടതി ഇടപെട്ട സന്ദർഭത്തിൽ അയക്കുന്നത്. അപ്പൊ ഇല്ലാത്ത കടിച്ചു തൂങ്ങി അധികാരത്തിൽ ഇരുന്നിട്ട് അത് വെച്ചിട്ടാണ് ഇപ്പോൾ നയങ്ങളെല്ലാം തീരുമാനിക്കാൻ പോകുന്നത്. അപ്പൊ അദ്ദേഹം രാഷ്ട്രപതിയുടെ പോലും അംഗീകരിക്കുന്നുവെങ്കിൽ ചാൻസലർ എന്ന നിലയിൽ ഒരു തീരുമാനവും നയപരമായി ഇപ്പോൾ എടുക്കാൻ പാടില്ലാത്തതാണ്. അത് ഗൗരവമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. അപ്പോൾ ഗവർണർ ഭരണഘടനയ്ക്ക് അനുസരിച്ചായിരിക്കണം പ്രവർത്തിക്കേണ്ടത്. അതിന് അദ്ദേഹം സമയം കിട്ടുമ്പോഴൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കുന്നത് ഉചിതമായിരിക്കും. വിശദാംശങ്ങളുമായി ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് നിന്ന് വീണ്ടും ചേരുന്നത്. ഷഫീദ്, വെരി ഗുഡ് മോർണിംഗ് അഗെയിൻ. രണ്ട് കൂട്ടർക്കും വിമർശനം, ഒന്ന് പ്രതിപക്ഷത്തിനും ഒന്ന് ഗവർണർക്കും. ഗവർണർ എന്തുകൊണ്ട് പദവിയിൽ കടിച്ചു തൂങ്ങിക്കിടക്കുന്നു, ഭരണഘടന അദ്ദേഹം പഠിക്കട്ടെ എന്ന് പറയുമ്പോൾ പക്വതയുള്ള ഒരു പ്രതിപക്ഷത്തെ കേരളം അർഹിക്കുന്നു എന്ന വിമർശനം കൂടി ഉന്നയിക്കുന്നുണ്ടല്ലോ വ്യവസായ മന്ത്രി. കൃത്യന, നമുക്ക് ഒരു കാര്യം ഉറപ്പായും പറയാൻ കഴിയും. കാരണം പ്രതിപക്ഷം അതല്ലെങ്കിൽ ഗവർണർ, അതായത് UDF ഗവർണർ സഖ്യം സംസ്ഥാനത്തുണ്ട് എന്നുള്ള കുറ്റപ്പെടുത്തൽ നേരത്തെ തന്നെ മന്ത്രിമാർ ഉയർത്തിയതാണ്. ഇപ്പോൾ ഒരു പടി കൂടി കടന്ന് പ്രതിപക്ഷത്തെയും ഗവർണറെയും കടന്നാക്രമിക്കുകയാണ്. അത് ഈ നവകേരള സദസ്സിന്റെ അവസാന 2 ദിവസമായി ഇന്നും നാളെയും പൊതുവേദികളിലടക്കം മന്ത്രിമാരും മുഖ്യമന്ത്രിയും തുടരുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതായത് രാഷ്ട്രീയമായ മറുപടി വേദികളിൽ പൊതുയോഗങ്ങളിൽ പറഞ്ഞു പോവുക എന്നുള്ളൊരു നിലപാട് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ മന്ത്രി പി രാജീവ് ഇന്ന് പ്രതിപക്ഷത്തെ കുറിച്ച് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇന്നലെയാണ് KPCC അധ്യക്ഷൻ K സുധാകരൻ അടിച്ചാൽ തിരിച്ചടിക്കും, അതേപോലെ തന്നെ മുഖ്യമന്ത്രി രക്തദാഹി എന്നടക്കമുള്ള പരാമർശം അദ്ദേഹം നടത്തിയത്. അതിനടക്കമുള്ള മറുപടിയാണ് നിലവിൽ ഇപ്പോൾ മന്ത്രി പി രാജീവും മന്ത്രി K രാജനും നൽകിയിട്ടുള്ളത്. മന്ത്രി പി രാജീവ് പറഞ്ഞത് ഭീകരവാദ പ്രവർത്തകരായി പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും മാറി, കടലാസ് പോലും എറിയരുന്നുള്ളത് മാറ്റി പറയുന്നു എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് മാറ്റിക്കൊടുത്തത് ഇരുമ്പ് വടിയും ഇരുമ്പ് ഗോലികളുമാണ്. കോൺഗ്രസിന്റെ കുറ്റവിചാരണ സദസ്സിന് സ്വാഭാവിക മരണം സംഭവിച്ചു. ബഹിഷ്കരണം, നവകേരള സദസ്സിന്റെ ബഹിഷ്കരണം കോൺഗ്രസിനെ വല്ലാതെ ഒറ്റപ്പെടുത്തി. പാർട്ടിക്കുള്ളിൽ പോലും K സുധാകരനും VD സതീശനും പിന്തുണ നഷ്ടപ്പെട്ടുവെന്നും സമൂഹത്തിന് മുൻപിൽ കോൺഗ്രസ് നേതാക്കൾ അപഹാസ്യരായെന്നും പറഞ്ഞു. മാത്രമല്ല കേരളം കുറച്ചുകൂടി പക്വതയുള്ള നാടിനെ കുറിച്ച് ചിന്തിക്കുന്ന പ്രതിപക്ഷത്തെ അർഹിക്കുന്നുണ്ട് എന്നുകൂടി പി രാജീവ് വ്യക്തമാക്കുന്നു. അതേസമയം ഗവർണർ ഇന്നലെ പറഞ്ഞത് ഈ ക്രിമിനൽ സ്വഭാവം മുഖ്യമന്ത്രി കാണിക്കുന്നു, ക്രിമിനൽ സംഘത്തെ നയിക്കുന്ന മുഖ്യമന്ത്രിക്ക് മറുപടി ഇല്ല എന്നുള്ളതായിരുന്നു. അതിനും മന്ത്രി പി രാജീവ് മറുപടി നൽകുന്നുണ്ട്. ഗവർണർ പദവിയിൽ ഇരിക്കാൻ യോഗ്യനല്ലെന്ന് ഇന്നലെയും ഗവർണർ തെളിയിച്ചുവെന്നും തടിച്ചു തൂങ്ങി അധികാരത്തിലിരുന്ന് നയങ്ങൾ നിശ്ചയിക്കുന്നുവെന്നും സമയം കിട്ടുമ്പോൾ ഗവർണർ ഭരണഘടന വായിച്ചു പഠിക്കട്ടെ എന്നും മന്ത്രി പി രാജീവ് മറുപടി നൽകി. സമാനമായ മറുപടികൾ മറ്റു മന്ത്രിമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. എന്തായാലും ഈ വിഷയത്തിൽ ഈ രണ്ടു കാര്യങ്ങളിലും നിലവിൽ ഇപ്പോൾ ഇനി തുടരുന്ന രീതിയിൽ നിന്നൊരു വ്യത്യസ്തമായ സമീപനം സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. ശരി, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങളുമായി ചേർന്നത്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.